കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു കഥ പറയാൻ പോവാണ്. ഞാൻ എന്നെ കാക്ക കറുത്തതായി എങ്ങനെ. പണ്ട് പണ്ട് വെളുത്ത പക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വേട്ടക്കാർക്ക് വലിയ സഹായമായിരുന്നു. അതുകൊണ്ട് ഒരു വെള്ളപ്പക്ഷിനെ വെളുത്ത നിറത്തിൽ കാണൂലേ. അതുകൊണ്ട് വേട്ടക്കാർക്കത് വലിയ സഹായമായിരുന്നു. അതുകൊണ്ട് എല്ലാ പക്ഷികൾക്കും പേടിയായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം എല്ലാ പക്ഷികളും കൂട്ടത്തോടെ ഭഗവാന്റെ അടുത്ത് പരാതി നൽകി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, പ്രിയപ്പെട്ട പക്ഷികളെ, ഞാൻ നിങ്ങൾക്ക് നിറങ്ങൾ നൽകും. 8 ദിവസം കഴിഞ്ഞ് എന്നെ വർണ്ണം കാണും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിവര നിറങ്ങൾ നൽകും. അതുകൊണ്ട് എല്ലാ പക്ഷികളും ആ ദിവസത്തിന് കുറിച്ചിരുന്നു. അപ്പോൾ ആ ദിവസം ആയി, ദൈവത്തിൻ്റെ ഗണം ആയി. അപ്പോൾ ആദ്യം വന്നത് തത്തയാണ്. തത്ത പറഞ്ഞു, ദൈവമേ, എൻ്റെ മേൽ ഗ്രീൻ കളറാണ് വേണ്ടത്. അതുകൊണ്ട് താങ്കൾ എൻ്റെ മൂക്കിന്, അതുകൊണ്ട് എനിക്ക് പച്ചമുളകാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് താങ്കൾ എൻ്റെ മൂക്കിന് ആ നിറങ്ങൾ നൽകൂ. ആ തത്തേന് ഗ്രീൻ നൽകി. എന്നിട്ട് പിന്നെ കുരുവിയായിരുന്നു. അപ്പോൾ കുരുവിയായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. കുരുവി പറഞ്ഞു, ദൈവമേ, ഞാൻ ചിലയിൽ ധാന്യങ്ങൾ തപ്പാറുണ്ട്. അതുകൊണ്ട് ദൈവം അതിന് ബ്രൗൺ കളർ നൽകി. പിന്നെ പരുന്താണ് ഫസ്റ്റ് പറഞ്ഞത്. പരുന്ത് പറഞ്ഞു, ദൈവമേ, ഞാൻ വലിയ കുന്നിന് മുകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അതേ നിറം നൽകൂ. ദൈവം അവൾക്ക് ബ്രൗൺ കളർ നൽകി. പിന്നെ വന്നത് കുരുവി പറഞ്ഞു. പിന്നെ അടുത്ത് വന്നത് സുന്ദരനായ മയിൽ. അവന് ഈ കട്ടത്തെ എല്ലാ നിറങ്ങളും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദൈവമേ, എനിക്ക് ആ ബ്ലൂ. ദൈവം അവൾക്ക് പുള്ളി തിളങ്ങുന്ന കഴുത്തിന് തിളങ്ങിയ നിറങ്ങൾ ആക്കി. പിന്നെ തൂവലിന് മഞ്ഞ പുള്ളികൾ. പിന്നെ കാക്കയും പ്രാവും അവിടെ എത്തിയില്ലായിരുന്നു. കൊക്കും താറാവും കാക്കയും താറാവും അവിടെ എത്തിയില്ല. അപ്പോൾ കാക്കയും പ്രാവും അവിടെ എത്തിയായിരുന്നു. അവിടെ ആകെ കുറച്ച് നിറങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും? കാക്ക പറഞ്ഞു ഇനി എന്ത് ചെയ്യും? അപ്പോൾ കാക്ക പറഞ്ഞു ദൈവത്തിനോട്, ദൈവമേ, ഞങ്ങൾക്ക് എല്ലാ നിറങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ നിറം ഞങ്ങൾക്ക് നൽകി തരൂ. ദൈവം പുഞ്ചിരിച്ചു. അതുകൊണ്ട് ദൈവം എല്ലാ നിറങ്ങളും കൂട്ടിച്ചേർത്ത് നോക്കി. അതുകൊണ്ട് അവർക്കൊരു പുതിയ നിറമാക്കി കൊടുത്തു. അവർ വീണ്ടും അവിടുന്ന് പറന്നുപോയി. അപ്പൊ കൊക്കിൻ്റെയും താറാവിൻ്റെ അടുത്തും
കാക്കയും പ്രാവും പോയി. അപ്പോ കൊക്കും തറവും അവരെ കളിയാക്കി. അപ്പോ കാക്കയ്ക്ക് ദേഷ്യം വന്നു. അപ്പോ കാക്ക പറഞ്ഞു, അതെന്തേ, നിങ്ങൾക്ക് നിറമുണ്ടല്ലോ, നിങ്ങൾക്ക് നിറങ്ങളില്ലല്ലോ. ടോക്ക് ടോക്ക് ടോക്ക്. കഥ ഇവിടെ തീർന്നു. ബൈ.